കുറച്ച് ചാള കിട്ടി കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ചാള കിട്ടി. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു നമ്മുടെ കൊച്ചിക്കാരി എന്ന് പറയുന്ന ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഈ ചാള ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചാള ഒന്ന് വരഞ്ഞിട്ട് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും മസാലകൾ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇത്രയും മസാല ഇട്ടിട്ട് ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന ചാള നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് നമ്മുടെ ഈ ചാളയെല്ലാം വറുക്കാനായിട്ട് നിരത്തി വയ്ക്കുക. അപ്പം ഇതിപ്പോൾ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് വറുത്തത്. 2 സ്റ്റെപ്പായിട്ട് വറുത്തതിന് ശേഷം നമ്മുടെ ബീ നിലവറ ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു വലിയ സവാളയും, ഇത് എല്ലാം കൂടെ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ ഞാനപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരുപാടങ്ങ് വറുത്ത് വരണമെന്നില്ല. എനിക്ക് നിങ്ങൾക്ക് മൊരിയണമെങ്കിൽ നല്ലപോലെ മൊരിയിച്ചെടുക്കാം. ഞാൻ ഒരുപാടിട്ട് മൊരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മീൻ വറുത്ത അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. അതൊന്ന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, പിന്നെ ഇതിപ്പോൾ ഞാൻ ചതച്ച മുളകാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ചതച്ച മുളകുണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഏത് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ തണുത്ത വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് വിനാഗിരി, ഇപ്പം പുളി എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ട അതനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചാളയും കൂടെ തട്ടി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കുക. ആ സമയത്ത് കറക്റ്റാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് സബ്സ്ക്രൈബ്